10ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ ആദ്യ പാഠഭാഗമാണ്. ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികൾ, അരിത്മെറ്റിക് സീക്വൻസസ്. SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു പാഠഭാഗവും കൂടിയാണ് ഇത്. പല SSLC പരീക്ഷകളിലും 4-5 ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. 12 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർക്കിന് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ്. നന്നായി മനസ്സിലാക്കിയാൽ ഈ പാഠഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കുകളും നിങ്ങൾക്ക് നേടാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി നിഷ്പ്രയാസം കണക്കുകൾ ചെയ്യാവുന്ന ഒരു പാഠഭാഗം കൂടിയാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ്. തുടക്കം മുതൽ തന്നെ നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ എല്ലാ ചോദ്യങ്ങൾക്കും തെറ്റാതെ ഉത്തരമെഴുതാൻ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരു SSLC വിദ്യാർത്ഥിക്ക് നല്ലൊരു ശതമാനം മാർക്ക് നേടിയെടുക്കാവുന്ന ഒരു പാഠഭാഗം കൂടിയാണ് ഇത്. സമാന്തര ശ്രേണികൾ, അരിത്മെറ്റിക് സീക്വൻസസ്. നന്നായി ശ്രദ്ധിക്കണം. സമാന്തര ശ്രേണികൾ, സമം തുല്യം, അന്തരം അകലം, ഡിസ്റ്റൻസ് ഡിഫറൻസ് വ്യത്യാസം, തുല്യമായ അകലമുള്ള ശ്രേണികൾ, തുല്യമായ അകലമുള്ള ശ്രേണികൾ, സമാന്തര ശ്രേണികൾ. സംഖ്യകൾ, നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതുമ്പോൾ തുല്യമായ അകലം വരണം. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള അകലം, അതുപോലെ അതിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള അകലം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് തുല്യമായിരിക്കണം. അതിനെയാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറയുക. നന്നായി മനസ്സിലാക്കണം. സംഖ്യകളെ എഴുതുമ്പോൾ ഒരു സംഖ്യ അടുത്ത സംഖ്യ എഴുതുമ്പോൾ ഈ സംഖ്യയിൽ നിന്ന് ആ സംഖ്യയിലേക്ക് ഒരു അകലമുണ്ടായിരിക്കണം. വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ്, ഡിസ്റ്റൻസ്. അതുപോലെ അടുത്തതിലേക്ക് ഈ അകലങ്ങൾ അല്ലെങ്കിൽ അന്തരങ്ങൾ, ഡിഫറൻസ്, വ്യത്യാസം തുല്യമായിരിക്കണം, കോമൺ ആയിരിക്കണം. അത്തരം സംഖ്യാ ശ്രേണികളെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണികൾ, അരിത്മെറ്റിക് സീക്വൻസസ്. ഒരു ഉദാഹരണം എഴുതിയാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം, നമ്മുടെ കൗണ്ടിംഗ് നമ്പർ, എണ്ണൽ സംഖ്യ 1 2 3, 1 2 3. ഇത് ഒരു സമാന്തര ശ്രേണിയാണ്. കാരണം ഇതാണ് ആദ്യത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ സംഖ്യ. ഇത് രണ്ടാമത്തെ സംഖ്യ, സെക്കൻഡ് നമ്പർ. ഇത് മൂന്നാമത്തെ സംഖ്യ, തേർഡ് നമ്പർ. ഈ ഫസ്റ്റ് നമ്പറിൽ നിന്ന്, ആദ്യ സംഖ്യയിൽ നിന്ന് സെക്കൻഡ് നമ്പറിലേക്ക്, രണ്ടാമത്തെ സംഖ്യയിലേക്ക് ഒരു നിശ്ചിത അകലമുണ്ട്. കാരണം ഒന്നിനോട്, ആദ്യ സംഖ്യയായ ഒന്നിനോട് 1 കൂട്ടിയാൽ 2 ആകും. അതുപോലെ ആ 2നോട് വീണ്ടും 1 കൂട്ടിയാൽ അടുത്ത സംഖ്യയായ 3 ആകും.
അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് ഒന്നാണ്. ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരു പൊതുവായ സംഖ്യ, അതായത് 1 ആയതുകൊണ്ട് ഈ ശ്രേണി, ഈ സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ 2, 4, 6, 2, 4, 6 ഇത് ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ്, ഈവൻ നമ്പേഴ്സ്. 2, 2, 4, 6 ആദ്യത്തെ സംഖ്യയായ 2നോട് 2 കൂട്ടിയാൽ രണ്ടാമത്തെ സംഖ്യയായ 4 കിട്ടും. അതുപോലെ രണ്ടാമത്തെ സംഖ്യയായ 4നോട് 2 കൂട്ടിയാൽ മൂന്നാമത്തെ സംഖ്യയായ 6 കിട്ടും. അപ്പോൾ ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യയിലേക്കുള്ള വ്യത്യാസം 2 അല്ലെങ്കിൽ 2. ഇതിൽ നിന്നും ഇതിലേക്കുള്ള വ്യത്യാസം അതും 2 അല്ലെങ്കിൽ 2. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്, കോമൺ ആണ്, പൊതുവായതാണ്, 2 ആണ്. മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ അടുത്ത സംഖ്യ, നെക്സ്റ്റ് നമ്പർ 8. 6 + 2 6 + 2. ഇത്തരം ശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടംപോലെ എഴുതാൻ കഴിയും. 1, 3, 5 1, 3, 5 ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 2. ഒന്ന് 1.5 2 സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. 1 1 നെക്സ്റ്റ് 1.5 1.5 നെക്സ്റ്റ് 2 2. 1നോട് 0.5 ചേർത്താൽ, കൂട്ടിച്ചേർത്താൽ 1.5 കിട്ടും. 1.5നോട് വീണ്ടും 0.5 ചേർത്താൽ 2 കിട്ടും. ഇവർ തമ്മിലുള്ള വ്യത്യാസം 0.5 എന്ന പൊതുവായ സംഖ്യയാണ്. അപ്പോൾ ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. അതുപോലെ 1/2 1/2 സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ സംഖ്യ. 2/2 തേർഡ് നമ്പർ, മൂന്നാമത്തെ സംഖ്യ. 3/2 സമാന്തര ശ്രേണിയാണ്. 1/2 ഒന്നിന്റെ പകുതി, 1/2 ഹാഫ്, 0.5 0.5 അര. നെക്സ്റ്റ് 2/2 ഈക്വൽ ടു 1 1 ഹാഫ് ആൻഡ് നെക്സ്റ്റ് 1 അര 1. 3/2 മൂന്നിന്റെ പകുതി, 1.5. അപ്പോൾ അര 1 1.5. അരയാണ് വ്യത്യാസം, പൊതുവായ വ്യത്യാസം, കോമൺ ഡിഫറൻസ് 0.5 അല്ലെങ്കിൽ 1/2. സമാന്തര ശ്രേണിയാണ്. ഇഷ്ടംപോലെ എഴുതാൻ പറ്റും. 2√2 3√2 4√2 സമാന്തര ശ്രേണിയാണ്. പൊതുവായ വ്യത്യാസമുണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്.
അതുപോലെ 10, 10, നെക്സ്റ്റ് 7, നെക്സ്റ്റ് 4, 10, 7, 4. പൊതുവായ വ്യത്യാസമുണ്ട്. 10ൽ നിന്ന് 3 കുറയുന്നു, അപ്പോൾ 7 ആവുന്നു. 7ൽ നിന്ന് വീണ്ടും 3 കുറയുന്നു, അപ്പോൾ 4 ആവുന്നു. വ്യത്യാസം 3 കുറയുകയാണ്, അപ്പോൾ -3. നന്നായി ശ്രദ്ധിക്കുക. വളരെ എളുപ്പമുള്ള പാഠമാണ്. എന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പരിചയപ്പെടാനാണ് ഇത്തരം കണക്കുകൾ പറഞ്ഞത്. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒരു സംഖ്യയോട് ഒരു നിശ്ചിത സംഖ്യ, ഒരു സ്ഥിരമായ സംഖ്യ, ഒരു ഫിക്സഡ് നമ്പർ, ആ നമ്പർ ഇതിനെ മാറ്റാൻ പാടില്ല. അത് കൂട്ടിയോ കുറച്ചോ എഴുതിയാൽ അത് സമാന്തര ശ്രേണിയാകും. നന്നായി മനസ്സിലാക്കണം. ഒരു സംഖ്യയോട് ഒരു സ്ഥിരമായ സംഖ്യ, ഒരു ഫിക്സഡ് നമ്പർ, ആ സംഖ്യയിൽ മാറ്റം വരുത്താൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല. ആ സംഖ്യ കൂട്ടിയോ കുറച്ചോ എഴുതിയാൽ സമാന്തര ശ്രേണിയാണ്. ഒന്നുകിൽ കൂട്ടി എഴുതുക അല്ലെങ്കിൽ കുറച്ചെഴുതുക. നോക്കൂ, ഒരു സംഖ്യ 1, അതിനോട് 1 എന്ന സംഖ്യ കൂട്ടി എഴുതിയപ്പോൾ 2 കിട്ടി. വീണ്ടും അതേ 1 കൂട്ടിയപ്പോൾ 3 കിട്ടി. അപ്പോൾ ഇവിടെ സ്ഥിരമായ സംഖ്യയാണ് 1. അതിങ്ങനെ മാറാതെ കൂട്ടി എഴുതുകയാണ്. 2, 4, 6. 2നോട് 2 എന്ന സംഖ്യ കൂട്ടിയപ്പോൾ 4. ആ 4നോട് വീണ്ടും 2 കൂട്ടിയപ്പോൾ 6. സ്ഥിര സംഖ്യയായ അല്ലെങ്കിൽ മാറാത്ത സംഖ്യയായ 2 കൂട്ടി എഴുതുന്നു. 1, 3, 5. ഒരു സംഖ്യയായ 1നോട് 2 കൂട്ടിയപ്പോൾ 3, വീണ്ടും 2 കൂട്ടിയപ്പോൾ 5. സമാന്തര ശ്രേണിയാണ്. പൊതുവായ സംഖ്യ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം 2. 1, 1.5, 2, 1, 1.5, 2. 1 എന്ന സംഖ്യയോട് 0.5 അല്ലെങ്കിൽ 0.5 കൂട്ടി എഴുതിയപ്പോൾ 1.5. അതിനോട് വീണ്ടും 0.5 കൂട്ടിയപ്പോൾ 2. ഇവിടെ കൂട്ടി എഴുതുന്ന സംഖ്യ 0.5 അല്ലെങ്കിൽ 0.5. അതിൽ യാതൊരു മാറ്റവുമില്ല. അത് സ്ഥിരമാണ്, കോമൺ ആണ്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. അതുപോലെ 1.2, 1/2, 2/2, 3/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5. 1ന്റെ പകുതി, ഹാഫ്. നെക്സ്റ്റ് 2/2, 2/2, 2/2, 1. 3/2, 3ന്റെ പകുതി, 1.5, 1.5. അപ്പോൾ അര, 1, 1.5. അരയോട് വീണ്ടും അര കൂട്ടിയാൽ 1, വീണ്ടും അര കൂട്ടിയാൽ 1.5. അര ഇങ്ങനെ കൂട്ടി, ഹാഫ് ഇങ്ങനെ കൂടി പോകുന്നു. സമാന്തര ശ്രേണിയാണ്. 2.2, 2√2, 3√2, 4√2. 2√2, 2√2. അതിനോട് 1√2 കൂട്ടിയപ്പോൾ 3√2. 2√2നോട് വീണ്ടും 1√2 കൂട്ടിയപ്പോൾ 3√2. വീണ്ടും 1√2 കൂട്ടിയപ്പോൾ 4√2. കാര്യങ്ങൾ മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്. 10, 7, 4.
10നോട് കൂട്ടിയത് -3 കാരണം കുറയാണ്. കൂട്ടിയോ കുറച്ചോ എഴുതാമെന്ന് നേരത്തെ പറഞ്ഞതാണ്. കുറയുന്നു, നെഗറ്റീവാണ്. 10 - 3 7. വീണ്ടും 7 -3. അപ്പൊ 7 - 3 4. സമാന്തര ശ്രേണിയാണ്. ഒരു സംഖ്യയോട് ഒരു സംഖ്യ ആവർത്തിച്ച് കൂട്ടിയോ കുറച്ചോ എഴുതിയാൽ അത് സമാന്തര ശ്രേണിയാണ്. ആ സംഖ്യ, ആ കൂട്ടിയോ കുറച്ചോ എഴുതുന്ന സംഖ്യ മാറുവാൻ പാടില്ല, ഒന്ന് തന്നെയാവണം. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നന്നായി ശ്രദ്ധിക്കണം. ഇത്തരം സംഖ്യകളെ സമാന്തര ശ്രേണികൾ, അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് പറയും. ഇത് ഒരു സമാന്തര ശ്രേണിയാണല്ലോ. ഇതിനെ ആദ്യ പദം, ഒന്നാം പദം, ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ആദ്യ പദം, രണ്ടാം പദം, സെക്കൻഡ് ടേം, തേർഡ് ടേം, മൂന്നാം പദം എന്ന് വിളിക്കും. ടേം, പദം. സമാന്തര ശ്രേണിയുടെ പ്രത്യേകതയാണത്. പദമായിട്ടാണ്. ആദ്യം നമ്മൾ സംഖ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണിയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇനി മുതൽ നമുക്ക് സംഖ്യയില്ല. പദം, ആദ്യ പദം, രണ്ടാം പദം, മൂന്നാം പദം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ആദ്യ പദം ടേം 1 എന്ന T1 ഉപയോഗിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു x1 ഫസ്റ്റ് ടേം. വേറെയും പറയാണ്ട് F1. ഏതും ഉപയോഗിക്കാം. ആദ്യ പദം, ഫസ്റ്റ് ടേം, T1, x1, F1. അപ്പോൾ T1, T2, T3 ഇങ്ങനെ പോകും. ആദ്യ പദം, രണ്ടാം പദം, മൂന്നാം പദം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഇവര് പോവുകയാണെങ്കിലോ x2, x3 ഇങ്ങനെയും പോവും. ഇവര് പോവുകയാണെങ്കിലോ F1, F2, F3 അങ്ങനെയും പോവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അക്ഷരം ഉപയോഗിക്കാം. ഇനി ഇതല്ലാത്ത വേറെയും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്ന് പഠിച്ചു. 6, 10, 14, 6, 10, 14. ഇത് ഒരു സമാന്തര ശ്രേണിയാണ്. അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? വളരെ എളുപ്പമാണ്. എന്ത് വേണം? ഒരു പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് വേണം. പൊതു വ്യത്യാസം വാക്ക് ഓർക്കണം, എപ്പോഴും ആവശ്യമുള്ള ഒരു വാക്കാണ് പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് പറഞ്ഞതാണ്. ആദ്യ പദം ഫസ്റ്റ് ടേം, രണ്ടാം പദം സെക്കൻഡ് ടേം, മൂന്നാം പദം തേർഡ് ടേം. ഈ ഒന്നാം പദവും രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അത് തന്നെയാണ് ഈ രണ്ടാം പദവും മൂന്നാം പദവും തമ്മിലും ഉണ്ടായിരിക്കേണ്ടത്. എങ്കിലേ സമാന്തര ശ്രേണിയാവുള്ളൂ. അതുപോലെ മുന്നോട്ട് പോകുമ്പോഴും അത് തന്നെ. മൂന്നാം പദവും നാലാം പദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം. അപ്പോഴാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആവുക.
നന്നായി മനസ്സിലാക്കണം. ഈ വ്യത്യാസം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഓരോ വ്യത്യാസങ്ങളും തുല്യമായിരിക്കണം. തുല്യമാണെങ്കിൽ ആ വ്യത്യാസത്തെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. സാധാരണ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഓർത്തു വെക്കുക. ഡി, ഡിഫറൻസ്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണുക എന്നാണ്. എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക? സിമ്പിൾ ആണ്. കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം സമം ഡി സമം നമ്മൾ പറഞ്ഞു ഇത് x1 x2 x3 അല്ലെങ്കിൽ t1 t2 t3 അല്ലെങ്കിൽ f1 f2 f3. ഇത് x1, ഇത് x2, ഇത് x3. ഏത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഡി കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഒന്നുകിൽ x2 മൈനസ് x1, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ x3 മൈനസ് x2, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, മൂന്നാം പദം മൈനസ് രണ്ടാം പദം. ചുരുക്കി പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാൻ, കോമൺ ഡിഫറൻസ് കാണാൻ ഒരു പദത്തിൽ നിന്ന് തൊട്ടു മുമ്പിലത്തെ പദം കുറച്ചാൽ മതി. അത് ഏതുമാവാം. x2 മൈനസ് x1, x3 മൈനസ് x2, x4 മൈനസ് x3, x5 മൈനസ് x4. രണ്ടാം പദം കുറയ്ക്കണം ഒന്നാം പദം, മൂന്നാം പദം കുറയ്ക്കണം രണ്ടാം പദം, നാലാം പദം കുറയ്ക്കണം മൂന്നാം പദം, അഞ്ചാം പദം കുറയ്ക്കണം നാലാം പദം. ഏത് മാർഗവും സ്വീകരിക്കാം. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം അതായത് ഡി കാണാനുള്ള സമവാക്യമാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് 3 4 സമാന്തര ശ്രേണികൾ എഴുതി നോക്കാം. ഏതൊരു സമാന്തര ശ്രേണി അരിതമാറ്റിക് സീക്വൻസ് എഴുതുമ്പോഴും ഒരു ഫസ്റ്റ് ടേം നമ്മൾ കൺഫേം ചെയ്യണം. ഉദാഹരണത്തിന് ആദ്യത്തെ പദം 6. ഇനി നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു കോമൺ ഡിഫറൻസ്, ഒരു പൊതുവ്യത്യാസമാണ്. എന്നിട്ട് അത് കൂട്ടി കൂട്ടി എഴുതണം. അപ്പൊ നമ്മൾ തീരുമാനിച്ചു പൊതുവ്യത്യാസം 2. അപ്പൊ അടുത്ത പദം 6 പ്ലസ് 2, 6 പ്ലസ് 2 ഈക്വൽ ടു 8. അടുത്ത പദം വീണ്ടും പൊതുവ്യത്യാസമായ 2 കൂട്ടുക, 10. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണി സ്വന്തമായി എഴുതാനും പഠിച്ചു. സമാന്തര ശ്രേണി എന്താന്ന് പഠിച്ചു, അതിന്റെ പദങ്ങൾ, പിന്നെ പൊതുവ്യത്യാസം. ഇനി ഒരു ശ്രേണി സ്വന്തമായി എഴുതാനും പഠിച്ചു. വ്യത്യസ്തമായ ഇഷ്ടം പോലെ എഴുതാം. എഴുതി നോക്കിയാൽ മതി, വെറുതെ എഴുതി നോക്കുക. അടുത്തത് ഇപ്പോൾ -10. -10 ആദ്യ പദം. ഇത് പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം -3 ആണ്. അപ്പോൾ രണ്ടാമത്തെ പദം -10നോട് എന്ത് കൂട്ടണം? -10നോട് എന്ത് കൂട്ടണം? പൊതുവ്യത്യാസം നമ്മൾ തീരുമാനിച്ചത് -3 ആണ്. ശ്രദ്ധിക്കണം, -3.
പ്ലസ് മൈനസ് 3. നെഗറ്റീവും പോസിറ്റീവും അറിയാമല്ലോ അല്ലേ? അറിയില്ല എങ്കിൽ നെഗറ്റീവും പോസിറ്റീവിന്റെ ഒരു വീഡിയോ ഉണ്ട്, നിർബന്ധമായും കാണണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. 10ാം ക്ലാസ്സിലെ പല കണക്കിലും പല സ്ഥലത്തും നെഗറ്റീവും പോസിറ്റീവും വരും. അത് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഒരു അവസരവും അതിന് കൊടുക്കരുത്, വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ -10 പ്ലസ് ഇൻറ്റു മൈനസ് -3. -10 -3 രണ്ട് സംഖ്യകൾക്കും ഒരേ ചിഹ്നമാണെങ്കിൽ അവ തമ്മിൽ കൂട്ടിയിട്ട് ഉത്തരത്തിന് അതേ ചിഹ്നം കൊടുക്കുക. അപ്പോൾ 10ഉം 3ഉം കൂട്ടിയാൽ 13, ചിഹ്നം -13. -10 അടുത്ത പദം -13. ഇനിയും ഈ -13നോട് -3 കൂട്ടണം. അപ്പോൾ -13 പ്ലസ് -3. -13 പ്ലസ് ഇൻറ്റു -3. ഒരേ ചിഹ്നമാണെങ്കിൽ നേരത്തെ പറഞ്ഞു അവ തമ്മിൽ കൂട്ടിയിട്ട് ഉത്തരത്തിന് അതേ ചിഹ്നം കൊടുക്കുക. 13ഉം 3ഉം കൂട്ടിയാൽ 16, ചിഹ്നം അത് തന്നെ -16. -16 സമാന്തര ശ്രേണിയാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ സമാന്തര ശ്രേണികൾ എഴുതാൻ കഴിയും. ഇനി നമുക്ക് പദവും സ്ഥാനവും, ടേം ആൻഡ് പൊസിഷൻ. ഉദാഹരണം 25ാം പദം 25th ടേം, 10ാം പദം 10th ടേം. ഇതൊക്കെ എങ്ങനെ കാണാൻ പറ്റും എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോ ഒരു അരിതമാറ്റിക് സീക്വൻസ് ഞാൻ എഴുതുകയാണ്. പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ആദ്യം എന്ത് വേണം? ഒരു അരിതമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി എഴുതുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഒരു ആദ്യ പദം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടേം വേണം. അപ്പോ ഞാൻ എഴുതി 4, ഫസ്റ്റ് ടേം 4. അതായത് x1 എന്ന് പറഞ്ഞാൽ നമുക്ക് 4. x1 സമം 4, t1 സമം 4, f1 സമം 4. ഓക്കെ. ഇനി നമുക്ക് ഒരു കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം വേണം. അത് കൂട്ടി എഴുതണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 ആണ്. അപ്പോ 4 + 3 സമം 7. 4 + 3 = 7. അപ്പോൾ നമുക്ക് ഡി സമം 3. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 3. ഇനി അടുത്ത പദം, നെക്സ്റ്റ് ടേം എഴുതണമെങ്കിൽ വീണ്ടും കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കൂട്ടണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം. 7 + 3 സമം 10. ഒരു സമാന്തര ശ്രേണി എഴുതി. 1ാം പദം ഫസ്റ്റ് ടേം, 2ാം പദം സെക്കൻഡ് ടേം, 3ാം പദം തേർഡ് ടേം. 1ാം പദം x1, ഫസ്റ്റ് ടേം = x1. രണ്ടാം പദം
ഒന്നാം പദം x1. രണ്ടാം പദം. എങ്ങനെയാണ് രണ്ടാം പദം ഉണ്ടായത്? നമ്മുടെ x1 ആയ 4 പൊതുവ്യത്യാസമായ 3 കൂട്ടി x1 കോമൺ ഡിഫറൻസ് ആയ 3 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ x1 പ്ലസ് ഡി സെക്കൻഡ് ടേം ഈക്വൽ ടു x1 പ്ലസ് ഡി. മൂന്നാം പദം. മൂന്നാം പദം സമം ഇത് ഒന്നാം പദം. അതിനോട് ഒരു പ്രാവശ്യം 3 കൂട്ടിയപ്പോൾ രണ്ടാം പദം. വീണ്ടും 3 കൂട്ടിയപ്പോൾ മൂന്നാം പദം. അപ്പോൾ ഇവിടെ ഒരു 3 കൂട്ടി, ഇവിടെ ഒരു 3 കൂടി കൂട്ടി. ചുരുക്കി പറഞ്ഞാൽ ഒന്നാം പദത്തിനോട് 2 പ്രാവശ്യം 3 കൂട്ടി. 4 പ്ലസ് 3 പ്ലസ് 3 സമം 10. 4 പ്ലസ് 3 പ്ലസ് 3 ഈക്വൽ ടു 10. അപ്പോൾ x1 പ്ലസ് 2d 2d, x1 പ്ലസ് 2d. അപ്പോൾ തേർഡ് ടേം സമം x1 പ്ലസ് 2d. നാലാം പദം. അടുത്ത പദം ഏതാണ് ഇവിടെ വരിക? 13. 10 കൂട്ടണം 3, 10 പ്ലസ് 3 13. അപ്പോ 4നോട് ഒരു പ്രാവശ്യം 3 കൂട്ടി 7, വീണ്ടും 3 കൂട്ടി 10, വീണ്ടും 3 കൂട്ടി 13. 3 കൂട്ടി 3 ടൈംസ് 3 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ x1 പ്ലസ് 3d അപ്പോൾ ഫോർത്ത് ടേം ഈക്വൽ ടു x1 പ്ലസ് 3d. നാലാം പദം സമം x1 പ്ലസ് 3d. ഫോർത്ത് ടേം ഈക്വൽ ടു x1 പ്ലസ് 3d. ഓക്കെ, നോക്ക്, ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒന്നാം പദം x1 ആദ്യ പദം, രണ്ടാം പദം x1 പ്ലസ് d ആദ്യ പദം പ്ലസ് പൊതുവ്യത്യാസം, മൂന്നാം പദം x1 പ്ലസ് 2d ആദ്യ പദം പ്ലസ് 2 പൊതുവ്യത്യാസം, നാലാം പദം x1 പ്ലസ് 3d ആദ്യ പദം പ്ലസ് 3 പൊതുവ്യത്യാസം. ഓക്കെ, ഫസ്റ്റ് ടേം ഈക്വൽ ടു x1 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ഈക്വൽ ടു x1 പ്ലസ് d ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്, തേർഡ് ടേം ഈക്വൽ ടു x1 പ്ലസ് 2d
x1 plus 2 common difference. x1 plus 2 common difference. Fourth term equal to x1 plus 3d. x1 plus 3 common difference. ഇവിടെ ചെറിയൊരു ബന്ധം മനസ്സിലാക്കിയ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. നോക്ക്, ഒന്നാം പദം x1, രണ്ടാം പദം x1 പ്ലസ് ഡി. ഇവിടെ 2 ആയപ്പോൾ 1 ഡി, ഇവിടെ 3 ആയപ്പോൾ 2 ഡി, ഇവിടെ 4 ആയപ്പോൾ 3 ഡി. ഓക്കെ, അപ്പോൾ 10ാം പദം ഇവിടെ 10 ആണെങ്കിൽ x1 പ്ലസ് 9d. ആദ്യ പദം പ്ലസ് 9 പൊതുവ്യത്യാസം. അപ്പോൾ 10th ടേം ഈക്വൽ ടു x1 plus 9d. x1 plus 9 common difference. 50ാം പദം സമം x1 plus 49 പൊതുവ്യത്യാസം. x1 plus 49d to 50th term equal to x1 plus 49d. First term plus 49 into common difference, അല്ലെങ്കിൽ 49 common difference. ഓക്കെ ആണല്ലോ. ഇനി 10ാം പദം, 100ാം പദം, 50ാം പദം, 70ാം പദം ഏതും കാണാം. 5ാം പദം ആദ്യ പദം പ്ലസ് 4 പൊതുവ്യത്യാസം. ഇവിടെ 5 ആയതുകൊണ്ട് 4 പൊതുവ്യത്യാസം. നന്നായി മനസ്സിലാക്കണം. 5th ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 4 കോമൺ ഡിഫറൻസ്. 5 4. 10ാം പദം സമം ആദ്യ പദം പ്ലസ് 9 പൊതുവ്യത്യാസം. 10th term equal to first term plus 9 common difference. Okay, next 50ാം പദം സമം ആദ്യ പദം പ്ലസ് 49 പൊതുവ്യത്യാസം. 50th term equal to first term plus 49 common difference. നന്നായി മനസ്സിലാക്കുക. 3 7 11 സമാന്തര ശ്രേണിയാണല്ലോ. 3 പ്ലസ് 4 സമം 7, 7 പ്ലസ് 4 സമം 11. ഇതിന്റെ 20ാം പദം x20, 20th ടേം കാണാം. അപ്പോൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എത്രയാണ്? 3. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. വ്യത്യാസം 7 - 3
7 മൈനസ് 3 നമ്മൾ പറഞ്ഞതാണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഈക്വൽ ടു 4. പൊതുവ്യത്യാസം 4. നമുക്ക് കാണേണ്ടത് 20-ാം പദമാണ്. നന്നായി ശ്രദ്ധിക്കണം, തെറ്റരുത്, നന്നായി മനസ്സിലാക്കുക. അപ്പോൾ 20-ാം പദം സമം, അതായത് 20th ടേം ഈക്വൽ ടു 20-ാം പദം 20th ടേം. അപ്പോൾ ആദ്യ പദം പ്ലസ് 20 ആയതുകൊണ്ട് 19 പൊതുവ്യത്യാസം. ഫസ്റ്റ് ടേം പ്ലസ് 20 19 common difference. Equal to first term അല്ലെങ്കിൽ ആദ്യ പദം 3 പ്ലസ് 19 into common difference. Common difference 4. ആദ്യ പദം പ്ലസ് 19 പൊതുവ്യത്യാസം 3 പ്ലസ് 19 ഇൻറ്റു 4. നന്നായി ശ്രദ്ധിക്കണം, ആദ്യം ഗുണിക്കണം എന്നിട്ടേ കൂട്ടാവൂ. സമം 3 പ്ലസ് 19 ഇൻറ്റു 4. 4 9 36. 4 ഇൻറ്റു 9 ഈക്വൽ ടു 36. 6 ശിഷ്ടം 3, റിമൈൻഡർ 3. 4 ഇൻറ്റു 1 4. 4 പ്ലസ് 3 4 പ്ലസ് 3 7 76. 3 പ്ലസ് 76. 3 പ്ലസ് 76 സമം 79. 20-ാം പദം സമം 79. 20th term equal to 79. നന്നായി ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യം ഗുണനം കഴിഞ്ഞിട്ടേ കൂട്ടാവൂ. 3ഉം 19ഉം കൂട്ടരുത്, ആദ്യം ഗുണനം തീർത്തതിന് ശേഷം കൂട്ടുക. സമാന്തര ശ്രേണിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗമാണ്, ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.